അയാളാണ് ശ്രീദേവ്, പ്രൈഡ് വിഷൻ കമ്പനിയുടെ സിഇഒ. ശ്രീദേവ് സർ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. സർ, യു ഡോണ്ട് വറി. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കല്യാണം നടക്കും. ശ്രീദേവിന് കല്യാണം എന്ന് പറഞ്ഞാലേ അറപ്പാ. പക്ഷെ ഇന്ന് അയാൾ കല്യാണം കഴിച്ചേ പറ്റൂ. ഇവളാണ് വർണ്ണ, എ സെലിബ്രേറ്റഡ് മോഡൽ. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവൾ വിവേകിനെ പരിചയപ്പെടുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സിൻസിയർ പ്രണയമായി മാറുന്നു. ഹലോ വിവേക്, വിവേക് നീ എവിടെയാ? ഇന്ന് നമ്മുടെ കല്യാണമല്ലേ, നീ മറന്നോ? ഐ ആം സോറി വർണ്ണ, ബൈ. വിവേക്, ഹലോ. വർണ്ണയും നീയും ശരിക്കും നാളെ കല്യാണം കഴിക്കാൻ പോവാണോ? പക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് ക്യാൻസൽ ചെയ്യാം. സീരിയസ്ലി? നമ്മൾ ഫിക്സ് ചെയ്ത പെണ്ണ് ഫോൺ എടുക്കുന്നില്ല സർ. വാട്ട്? ഫോൺ എടുക്കുന്നില്ലേ? യെസ് സർ. ഏയ്, എന്താ ഇത്? അവസാന സമയത്താണോ എക്സ്ക്യൂസ്? ദേ നോക്ക്, എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി 20 മിനിറ്റ് ഉണ്ട് കല്യാണത്തിന്. എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്ത്. ഓക്കെ സർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സർ, നമ്മൾ ആരെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് അവര് രണ്ടുപേരും നമ്മളെ ചതിച്ചു. നമുക്ക് കല്യാണം കഴിച്ചാലോ? മാഡം, നിങ്ങളുടെ പേര്? വർണ്ണ. ശ്രീദേവിന്റെ സെക്രട്ടറി വർണ്ണയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് അവൾ നല്ല പെൺകുട്ടിയാണെന്ന് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. എനിക്ക് ഓക്കെയാണ്. പക്ഷെ അതിനു മുന്നേ താനൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. വർണ്ണ കോൺട്രാക്ട് വായിക്കാതെ തന്നെ സൈൻ ചെയ്തു. ശ്രീദേവിന് ഇപ്പോഴാണ് സമാധാനമായത്. നിങ്ങളുടെ മുഴുവൻ പേരും പറയൂ. വർണ്ണ കേശവൻ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. ആ രാത്രിയും പതിവ് പോലെ വളരെയേറെ മനോഹരിയായിരുന്നു. എങ്ങും പ്രകാശം ചൊരിയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, ചീറിപ്പായുന്ന വാഹനങ്ങൾ. കൊച്ചിയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. എങ്ങും വലിയ അട്ടഹാസങ്ങൾ, ചിരികൾ, കളികൾ. ഈ സന്തോഷത്തിനിടയിൽ വർണ്ണ പതിവിലും അധികമായി മദ്യപിച്ചിരുന്നു. ആകെ ബോധം നഷ്ടപ്പെട്ട വർണ്ണയെ അവളുടെ പ്രതിസുത വരൻ ഒരു വിധത്തിൽ താങ്ങിപ്പിടിച്ച് അവരുടെ ഫ്ളാറ്റിലെത്തിച്ചു. അവൾക്കൊട്ടും സ്വബോധമില്ലായിരുന്നു. പോരാത്തതിന് തല വെട്ടിപ്പൊളിയുന്ന വേദനയും. ഇതാദ്യമായാണ് അവൾ ഇത്രയും അധികം മദ്യപിക്കുന്നത്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവൾ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവൾ തന്റെ കണ്ണു തുറന്നു. അപ്പോൾ അവൾ അവിടെ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാനായില്ല. മിന്നലേറ്റതുപോലെ നിശ്ചലയായി അവൾ ആ ബെഡിലിരുന്നു. അവൾ ആ രണ്ടുപേരെയും കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ ദേഷ്യവും നിരാശയും തിളച്ചു പൊങ്ങാൻ തുടങ്ങി. നീന, ഒന്നടങ്ങിയിരിക്കെ, ശബ്ദമുണ്ടാക്കില്ലേ. വർണ്ണ ജസ്റ്റ് ഉറങ്ങിയതേയുള്ളൂ. എന്താ, നിനക്കവളെ പേടിയാണോ? അവൾ എണീറ്റാൽ ഇപ്പൊ എന്താണ്? നീന അക്ഷമയോടെ അവനോട് പറഞ്ഞു. വർണ്ണ തന്റെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കവിളുകൾ നനയുന്നത് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറഞ്ഞ അവസ്ഥയിലായിരുന്നു. തന്റെ കൺമുന്നിൽ വെച്ച് ഈ നടന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല. നാളെ തന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ട പുരുഷൻ ഇന്ന് തനിക്ക് തൊട്ടരികിലിരുന്ന് മറ്റൊരു സ്ത്രീയെ ചുംബിക്കുന്നു. ഛേ, വർണ്ണ അപ്പോഴും ഉറങ്ങുകയാണെന്നാണ് നീന കരുതിയത്. വർണ്ണയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. വർണ്ണേ, നീയും വിവേകും നാളെ ആ പേപ്പറിൽ ഒപ്പിടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുകയാണ്. അവൻ എന്റെ മാത്രമാണ്, എന്റെ മാത്രം. വർണ്ണ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. തനിക്ക് ചുറ്റുമുള്ള ലോകം തകർന്നു വീഴുന്നത് അവൾ നിശബ്ദയായി സഹിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് വർണ്ണ കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഒരു മോഡലായിരുന്നു. പക്ഷേ തന്റെ ഇഷ്ടപുരുഷനു വേണ്ടി അവൾ എല്ലാം ഉപേക്ഷിച്ചു. താൻ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ അവസരങ്ങൾ പലതും വർണ്ണ നീനയ്ക്ക് കൈമാറി.
ഇക്കാലം അത്രയും വർണ്ണ ചെയ്തു കൂട്ടിയതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് വെള്ളത്തിൽ വരച്ച വരയായി മാറി. ഇല്ല, ഇതൊന്നും സത്യമല്ല. ഇതൊരു സ്വപ്നമാണ്, ഒരു ദുഷിച്ച സ്വപ്നം. എല്ലാം ശരിയാവും. ഇതൊരു സ്വപ്നം മാത്രമാണ്. ഇതൊന്നും വിശ്വസിക്കേണ്ട. വർണ്ണ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പാതിരാത്രി ആയപ്പോൾ നീന തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് വിവേകിനെയും കൂട്ടി ഹോട്ടലിൽ നിന്നും പോയി. അത് വിവേകിന്റെ മടക്കമില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു. പക്ഷേ നാളെയല്ലേ കല്യാണം? നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ വർണ്ണ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ചേർന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൾ ഫോണെടുത്ത് വിവേകിനെ വിളിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മറുവശത്തു നിന്നും ഒരു തണുപ്പൻ മറുപടിയാണ് വന്നത്. നീനയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായി സ്റ്റേജിൽ വെച്ച്. ഞാനിപ്പോൾ അവളുടെ അടുത്താണ്. ഞാൻ ഈ കാര്യമൊന്ന് റെഡിയാക്കട്ടെ. നമുക്ക് ഈ രജിസ്റ്റർ മാരേജ് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. ആ വേറൊരു ദിവസം ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വർണ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു. വർണ്ണ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ഒരു ഉയരമുള്ള മനുഷ്യനിൽ തട്ടി നിന്നത്. ഈ മനുഷ്യൻ ആരാണ്? എന്തൊരു തേജസ്സാണ് ഇയാൾക്ക്! ഒരു രാജാവിനെ പോലെ ഉണ്ടല്ലോ. അയാൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് വർണ്ണ അയാളെ ഓർത്തെടുത്തു. ഓ, ഇത് ശ്രീദേവല്ലേ, പനാഷി ഇന്റർനാഷണലിന്റെ CEO. പണ്ടവൾ മോഡലിംഗ് രംഗത്ത് കത്തി നിന്നിരുന്ന കാലത്ത് ഒരു തവണയോ മറ്റോ ഒരു പാർട്ടിയിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു. ഓഹോ, ഇനി ഇയാളുടെയും കല്യാണമാണോ? കൊള്ളാമല്ലോ, അവൾ മനസ്സിൽ ചിന്തിച്ചു. പ്രസിഡന്റ്, രമ്യ ഇതുവരെ വന്നിട്ടില്ല. 10 മിനിറ്റ് ലേറ്റാണ്. ശ്രീദേവ് വന്നത് കണ്ട് അയാളുടെ അസിസ്റ്റന്റ് വളരെ വിനയത്തോടെ പറഞ്ഞു. ആ മേനോൻ ഫാമിലിയെ വിളിച്ചു പറഞ്ഞേക്ക്, സ്വന്തം വിവാഹത്തിന് പോലും നേരത്തിന് വരാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് ശ്രീദേവ് കനത്ത സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ ചെയർമാൻ പറഞ്ഞത് എന്തൊക്കെയായാലും ഇന്ന് തന്നെ സാറിന്റെ വിവാഹം നടക്കണമെന്നല്ലേ? അസിസ്റ്റന്റ് ഓർമ്മിപ്പിച്ചു. എങ്കിൽ പിന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വാ. നിനക്ക് ഞാൻ ഒരു അരമണിക്കൂർ സമയം തരാം, ശ്രീദേവ് ആജ്ഞയുടെ സ്വരത്തിൽ പറഞ്ഞു. ഒരു കണക്കിന് ശ്രീദേവും ഇപ്പോൾ വർണ്ണയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്. വിവാഹം നടത്താൻ വന്നിട്ട് അത് പാളിപ്പോയ അവസ്ഥ. ശ്രീദേവ് വളരെയധികം സ്വാധീനമുള്ളവനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. കുടുംബത്തിലെ തലമൂത്തവരുടെ നിർബന്ധമായിരുന്നു അയാളെ ഇങ്ങനെയൊരു സാഹസത്തിലേക്ക് നയിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന വർണ്ണയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരാശയം ഉദിച്ചു. അവൾ ശ്രീദേവിന് മുന്നിലേക്ക് നീങ്ങി നിന്ന് സധൈര്യം പറഞ്ഞു. പ്രസിഡന്റ്, നിങ്ങളുടെ വധു ഇതുവരെ എത്തിയില്ല അല്ലേ? എന്റെ വരനാണെങ്കിൽ എന്നെ കൈയൊഴിയുകയും ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്തു പറയുന്നു? ശ്രീദേവിന്റെ അസിസ്റ്റന്റ് അവളുടെ സംസാരം കേട്ട് വാ പൊളിച്ചു നിന്നുപോയി. വർണ്ണ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവിടെ തന്നെ നിന്നു. ശ്രീദേവ് തന്റെ സൺഗ്ലാസ് മാറ്റി വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. അയാളുടെ കൃഷ്ണമണികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ അസിസ്റ്റന്റിനോട് കൽപ്പിച്ചു, ഇവളുടെ ഡീറ്റെയിൽസ് വേണം. ആ അസിസ്റ്റന്റിന് വർണ്ണയെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അയാൾ വേഗം തന്റെ ഫോൺ എടുത്ത് ഗൂഗിളിൽ വർണ്ണയുടെ പേര് സെർച്ച് ചെയ്തു. ആ റിസൾട്ട് എല്ലാം അയാൾ ശ്രീദേവിന് കാണിച്ചു കൊടുത്തു. 2 നിമിഷത്തിനു ശേഷം ശ്രീദേവിന്റെ ചുണ്ടുകൾ ചെറുതായൊന്ന് അനങ്ങി. അവൻ പറഞ്ഞു, ഓക്കെ. ശ്രീദേവിനെ കണ്ടുമുട്ടിയ ഈ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിമിഷമെന്ന് വർണ്ണ മനസ്സിലോർത്തു. വിവേക് എന്നെങ്കിലും ഒരു നാൾ തന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണമെന്നേ വർണ്ണയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. വർണ്ണ ശ്രീദേവിനൊപ്പം രജിസ്ട്രാറുടെ മുന്നിലെത്തി. എല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു. വെറും അരമണിക്കൂറിനുള്ളിൽ ആ വിവാഹ സർട്ടിഫിക്കറ്റ് വർണ്ണയുടെ കയ്യിലെത്തി. ഇതാ, ഇപ്പോൾ മുതൽ അവൾ ഒരു ഭാര്യയാണ്. വർണ്ണ ശ്രീദേവിനെ നോക്കി. അവൾ ചോദിച്ചു, പ്രസിഡന്റ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കാറിലേക്ക് കയറ്. ശ്രീദേവ് തന്റെ സൺഗ്ലാസും വെച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി. അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി, താങ്ക് യു എന്നെ കല്യാണം കഴിച്ചതിന്. ഇതിനു പകരമായി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. 1 അല്ല 2. പറയൂ, ക്ഷീണിച്ച സ്വരത്തിൽ ശ്രീദേവ് ആവശ്യപ്പെട്ടു. അയാൾ തന്റെ തൈ ലൂസാക്കുകയായിരുന്നു. വർണ്ണ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ വിവാഹം തീർത്തും ഒരു രഹസ്യമായി സൂക്ഷിക്കണം. ഒരു വഴിയുമില്ലാതെ വന്നാൽ മാത്രമേ
ഇത് പുറം ലോകം അറിയാവൂ. പിന്നെ രണ്ടാമതായി, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കരുത്. അവളുടെ ഈ ആവശ്യങ്ങൾ കേട്ടതിനു ശേഷം ശ്രീദേവ് നിഗൂഢമായൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒന്ന് മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് വാക്കു തരുന്നു. നമുക്കിതൊക്കെയും രഹസ്യമായി തന്നെ വെക്കാം. പക്ഷേ ഞാൻ നിനക്ക് ഒരു 6 മാസം സമയം തരാം. അതിനുള്ളിൽ നീ നിന്റെ പാസ്റ്റ് മറന്നു കളയണം. അത് കഴിഞ്ഞ് മാത്രം ഞാൻ ഈ വിവാഹം പരസ്യമാക്കും. വർണ്ണ സമ്മതം മൂളിക്കൊണ്ട് പറഞ്ഞു, താങ്ക് യു. ശ്രീദേവ് കൂട്ടിച്ചേർത്തു, പിന്നെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് 2 പേർ വേറിട്ട് താമസിക്കുന്നത് നല്ലതല്ല. ഒരു 3 ദിവസം സമയം തരാം. അതിനുള്ളിൽ നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പറയുന്നിടത്തേക്ക് താമസം മാറണം. അതിനെക്കുറിച്ചൊക്കെ എന്റെ അസിസ്റ്റന്റ് നിന്നോട് സംസാരിക്കും. വർണ്ണ മറുത്തൊന്നും പറഞ്ഞില്ല. അവരുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ തികച്ചും സ്വാഭാവികവും ന്യായവുമായ കാര്യങ്ങളാണ്. അവൾ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശ്രീദേവ് ഗുഡ് എന്ന് പറഞ്ഞ് തല ഉലുക്കി. ശേഷം വർണ്ണ കാറിൽ നിന്നിറങ്ങി നടന്നു നീങ്ങി. ശ്രീദേവിന്റെ അസിസ്റ്റന്റ് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. റിവർ വ്യൂ മിററിലൂടെ പിറകിലേക്ക് നോക്കി അയാൾ ചോദിച്ചു, പ്രസിഡന്റ്, നമ്മൾ നേരെ ഓഫീസിലേക്കാണോ പോകുന്നത്, അതോ വീട്ടിൽ പോയി ചെയർമാനെ ഇക്കാര്യം അറിയിക്കുന്നോ? ശ്രീദേവ് അയാളെ കേട്ട ഭാവം പോലും നടിക്കാതെ പറഞ്ഞു, വർണ്ണയെ ഫോളോ ചെയ്ത് എല്ലാ വിവരങ്ങളും എനിക്ക് അപ്പപ്പോൾ കിട്ടണം. എന്തൊക്കെയോ കാര്യമായി തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അവൾ തന്നോട് ഇങ്ങോട്ട് വന്ന് അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. അയാൾ മനസ്സിലോർത്തു. ഒരു ഇന്റർനാഷണൽ മീഡിയ ഏജൻസിയുടെ തലവൻ എന്ന നിലയിൽ അയാൾ തീർച്ചയായും വർണ്ണയെപ്പറ്റി നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. അവൾ ഒരു കാലത്ത് വളരെ പ്രശസ്തിയായ ഒരു മോഡലായിരുന്നു. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ടോപ്പ് ഏജൻസിയായ സ്റ്റാർ കിങ്ങിന്റെ ഓഫർ നിരസിച്ചു. അതിന്റെ പേരിൽ അവർ അവളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഒടുവിൽ അവൾ ഇമേജസ് എന്ന ഏജൻസിയുമായി കരാർ ഒപ്പുവെക്കുകയും അവളുടെ ബോസായ വിവേകിനോടൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വർണ്ണ പോലും താൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് വിചാരിച്ചിരുന്നില്ല. അവളിതാ ഇപ്പോൾ ഒരു അപരിചിതനെ വിവാഹം ചെയ്തിരിക്കുന്നു. ഓർക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല. വർണ്ണ തിരികെ വന്ന് സ്വന്തം കാറിൽ കയറി. കാർ സ്റ്റാർട്ടാക്കാൻ ഒരുങ്ങവേ അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അത് വിവേകിന്റെ കോളായിരുന്നു. വർണ്ണ കോൾ എടുത്തതും അവൻ ധൃതിയിൽ പറഞ്ഞു തുടങ്ങി, വർണ്ണ, നീ എവിടെയാ? വർണ്ണ ശാന്തിയായി മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ വീട്ടിൽ പോകാൻ തുടങ്ങുകയായിരുന്നു. അവളുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ പലവിധ വികാരങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടിരുന്നു. വിവേക് അധികാരത്തോട് അവളോട് പറയാൻ തുടങ്ങി, നീനക്ക് ഇന്നൊരു ഇമ്പോർട്ടന്റ് ഷോയുണ്ട്. പക്ഷെ അവളുടെ ഈ അവസ്ഥയിൽ അവൾക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് പകരം നീ പോകണം. അവളുടെ ഒരു ഡ്യൂപ്പായി നിന്ന് നീ ഈ ഷോ ചെയ്യണം. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിനക്കൊരു മാസ്ക് ഒക്കെ റെഡിയാക്കി തരും. അപ്പോൾ പിന്നെ ആരും നിന്നെ തിരിച്ചറിയില്ല. അവൻ കൂടുതൽ ധാർഷ്ട്യത്തോടെ തുടർന്നു, നീനിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് നീ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. വർണ്ണ പെട്ടെന്ന് തന്നെ ചോദിച്ചു, അല്ല, നീ പറഞ്ഞത് നീനിക്ക് സ്റ്റേജിൽ വെച്ച് പരിക്ക് പറ്റിയതാണെന്നല്ലേ? അപ്പോൾ അക്കാര്യം മീഡിയ അറിഞ്ഞു കാണില്ലേ? അവൾ ഹോസ്പിറ്റലിലാണെന്ന് മീഡിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? അവളെ പറഞ്ഞു മുഴുവനാക്കാൻ വിവേക് സമ്മതിച്ചില്ല. അവൻ ഇടയിൽ കയറി പറഞ്ഞു, ആ, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അവൾ പരിക്ക് വെച്ചുകൊണ്ട് തന്നെ ഷോ ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ മീഡിയയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞാൽ നീ പോകണം. വേറെ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. വിവേകിന് തീരെ അന്തസ്സില്ലായിരുന്നു. ഇതിനോടകം തന്നെ വർണ്ണ നീനിക്ക് വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നീനിയും വിവേകും, അവർ ഇരുവരും അതിവിദഗ്ധമായി വർണ്ണയെ ഉപയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇനിയും അവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്നുകൊടുക്കാൻ വർണ്ണ തയ്യാറല്ലായിരുന്നു. വർണ്ണ ശാന്തത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, സമയവും സ്ഥലവും ഒക്കെ പറ, ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കൊള്ളാം. വിവേക് വീണ്ടും നാണമില്ലാതെ പറഞ്ഞു തുടങ്ങി, വർണ്ണ, നമ്മുടെ വിവാഹം ഇങ്ങടുത്തെത്തിയില്ലേ? നീനിക്കൊരു വമ്പൻ വിജയം കിട്ടാൻ നീ അവളെ ഒന്ന് സഹായിക്കേ. ഇത് കേട്ട് വർണ്ണയ്ക്ക് അവനോട് പുച്ഛം തോന്നി. അവളൊരു പുഞ്ചിരിയോട് പറഞ്ഞു, അതിനെന്താ, ഞാൻ അവളെ സഹായിക്കാമല്ലോ. അവളുടെ ആ വാക്കിന് പുറകിൽ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ വിവേക് പറഞ്ഞു,
എന്നാൽ ശരി, നീ പോകാൻ നോക്ക്. ഡിന്നർ നമുക്ക് ഒന്നിച്ചു കഴിക്കാം. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന വർണ്ണ വേഗം തന്റെ കാറെടുത്ത് ഷോ നടക്കുന്ന വേദിയിലേക്ക് പോയി. അവിടെ നീനയുടെ അസിസ്റ്റന്റ് അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ സുമുഖനും എന്നാൽ ഒരു സൂത്രശാലിയുമായിരുന്നു. അയാൾ വർണ്ണയോട് അത്യധികം മര്യാദയോടെ ബഹുമാനത്തോടെയായിരുന്നു സംസാരിച്ചത്. വർണ്ണ ഇപ്പോൾ അത്ര പ്രശസ്തിയൊന്നുമല്ലെങ്കിലും അവളുടെ കുടുംബ മഹിമയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. അവർ അതിപ്രശസ്തരായിരുന്നു. നീനയുടെ അസിസ്റ്റന്റ് തിടുക്കത്തിൽ പറഞ്ഞു, എന്താ ഇത്ര ലേറ്റ് ആയത്? വരൂ, വേഗം മേക്കപ്പ് തുടങ്ങിക്കോളൂ, സമയമില്ല. ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുന്ന വഴിയിൽ വർണ്ണ ചോദിച്ചു, ഇതെന്ത് ടൈപ്പ് ഷോയാണ്? അയാൾ പറഞ്ഞു, അങ്ങനെ അത്ര വലിയ ഷോയൊന്നുമല്ല. ശരിക്കും ഇതൊരു ഫ്രഞ്ച് കമ്പനിയുടെ ജ്വല്ലറി ഷോയാണ്, BG ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ ഈ ഷോയ്ക്ക് ശേഷം നീന BG ഗ്രൂപ്പിന്റെ ഔദ്യോഗിക വക്താവായി നിയമിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷെ അവളുടെ പരിക്ക് മൂലം ഈ അവസരം അവൾക്ക് നഷ്ടപ്പെട്ടേനെ. എന്നാൽ അപ്പോഴാണ് വിവേക് ഇടപെട്ട് വർണ്ണയെ രംഗത്തിറക്കുന്നത്. നീനയ്ക്കും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ വർണ്ണ വരുന്ന വഴിയെ തന്നെ ഈ ഷോയെക്കുറിച്ച് അല്പസ്വല്പം അന്വേഷണം നടത്തിയിരുന്നു. അത് ക്രൗൺ സ്റ്റാർ ജ്വല്ലറി ഷോ ആയിരുന്നു. അല്ലാതെ നീനയുടെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ BG ഗ്രൂപ്പിന്റെ വെറും ഒരു ഷോയല്ല. അവൻ വർണ്ണയോട് കള്ളം പറയുകയായിരുന്നു. അവളെ പറഞ്ഞു പറ്റിക്കാൻ അത്ര എളുപ്പമാണെന്നാണോ അയാളുടെ വിചാരം? എന്തായാലും നീനയ്ക്ക് പറ്റിയ പരിക്ക് നിങ്ങളുടെ ഭാഗ്യമായി. നിങ്ങൾക്ക് ഈ മേക്കപ്പ് റൂം സ്വന്തമായി ഉപയോഗിക്കാമല്ലോ. ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ഇതാ ഈ ജ്വല്ലറി പീസ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇതാണ് ടൈം ഷെഡ്യൂൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരുന്നിരുന്ന ഒരു ജ്വല്ലറി പീസിലേക്ക് വിരൽ ചൂണ്ടി. ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വേഗം തന്നെ വർണ്ണയെ ഒരുക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു മാസ്ക് വെച്ചാൽ വർണ്ണയെ ആരും തിരിച്ചറിയില്ലെന്നായിരുന്നു വിവേകിന്റെ ചിന്ത. എന്തൊരു മണ്ടത്തരം! തന്നെ ചതിച്ചവർക്കെല്ലാം താൻ ഇന്നൊരു ഗംഭീര സർപ്രൈസ് തന്നെ കൊടുക്കുമെന്ന് വർണ്ണ മനസ്സിലുറപ്പിച്ചു. അതേസമയം ശ്രീദേവിന്റെ അസിസ്റ്റന്റ് വർണ്ണയെ അവൾ അറിയാതെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീനയ്ക്ക് പകരമായി വർണ്ണ ഈ ഷോയിൽ പങ്കെടുക്കുന്ന വിവരം അയാൾ ഉടനടി തന്റെ ബോസിനെ വിളിച്ചറിയിച്ചു. ശ്രീദേവ് ഉത്തരവിട്ടു, ഞാൻ BG ഗ്രൂപ്പിന്റെ ഷോ കാണാൻ പോകുന്നു. വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യ്. യെസ് പ്രസിഡന്റ്. അസിസ്റ്റന്റ് സമ്മതമറിയിച്ചു. അതത്ര വലിയൊരു ഷോയൊന്നുമല്ലായിരുന്നു. എങ്കിലും വർണ്ണയുടെ പ്രകടനം കാണാൻ അയാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. കൃത്യം 11 മണിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഷോ ആരംഭിച്ചു. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വർണ്ണയുടെ മേക്കപ്പ് മുഴുവനും കഴിഞ്ഞിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. വെള്ള നിറമുള്ള ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു സിമ്പിൾ ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത്. നീനയുടെ അസിസ്റ്റന്റ് ആകെ ഞെട്ടിപ്പോയിരുന്നു. അയാൾ മനസ്സിൽ ചിന്തിച്ചു, വർണ്ണ ചുമ്മാ ഒന്ന് വന്നു നിന്നാൽ മാത്രം മതി. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാത്രമായിരിക്കും. നീനയ്ക്ക് ഈ കോൺട്രാക്ട് ഉറപ്പായും കിട്ടുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഒരു ചെയറിലിരുത്തി നിങ്ങളെ അവർ മുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് തൂക്കിയിറക്കും. അങ്ങനെയാണ് എൻട്രി. ഈ ബ്രേസ്ലെറ്റിലാണ് ക്രൗൺ സ്റ്റാർ ഉള്ളത്. ഇതായിരിക്കണം മെയിൻ ഫോക്കസ്. ഞാനിത് നിങ്ങൾക്ക് അണിയിച്ചു തരാം. അസിസ്റ്റന്റ് വളരെ ശ്രദ്ധയോടെ ആ ബ്രേസ്ലെറ്റ് വർണ്ണയ്ക്ക് അണിയിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും വർണ്ണ നീനയേക്കാൾ സ്ലിമ്മായിരുന്നു. അതുകൊണ്ട് തന്നെ നീനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ബ്രേസ്ലെറ്റ് വർണ്ണയുടെ കൈക്ക് വലുതായിരുന്നു. അവളൊന്ന് കൈ ഉയർത്തിയാൽ ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ ആകെ ഓടിക്കളിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ബ്രേസ്ലെറ്റ് BG ഗ്രൂപ്പിന്റെ ഉടമ അയാളുടെ മകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ആ സ്വർണ്ണ ബ്രേസ്ലെറ്റിന് നടുവിലായി വെളുത്ത വജ്രക്കല്ല് പതിപ്പിച്ച ഒരു കിരീടമുണ്ടായിരുന്നു. ആ കിരീടത്തിന്റെ ഇരുവശത്തും വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത 2 നക്ഷത്രങ്ങളുമുണ്ട്. ആ ബ്രേസ്ലെറ്റിന്റെ ഡിസൈൻ ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ മകളെ സംരക്ഷിക്കുന്നത് പോലെയായിരുന്നു. അയ്യോ, ഇത് നിങ്ങൾക്ക് പാകമല്ലല്ലോ, എന്തു ചെയ്യും? നീനയുടെ അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി. വർണ്ണ ചോദിച്ചു, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? അയാൾ തലകുലുക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഈ നിമിഷം നിങ്ങളെ വിശ്വസിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. മറ്റു വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അത് മാത്രമേ ഒരു പരിഹാരമായിട്ടുള്ളൂ. നീനയ്ക്ക് ലഭിച്ച വളരെ വലിയൊരു അവസരമായിരുന്നു ഇത്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ വിവേക് പിന്നെ തന്നെ വെച്ചേക്കില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇതെനിക്ക് വിട്ടേക്ക്. അസിസ്റ്റന്റ് തലയാട്ടി, എങ്കിൽ വേഗം ഇറങ്ങാം.
സ്റ്റേജിലേക്ക് കയറാൻ സമയമായി. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ വർണ്ണയുടെ കണ്ണുകളിലെ ഭാവം അയാൾ തിരിച്ചറിയാതെ പോയി. എത്ര കട്ടിയുള്ള മാസ്ക് ധരിച്ചാലും എത്രയൊക്കെ മുഖം മറച്ചാലും വർണ്ണയും നീനയും വേറെ വേറെ തന്നെയാണ്. അതിന് കാരണം അവരുടെ കാലുകൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. നീനയുടേതുപോലെയുള്ള കാലുകളായിരുന്നില്ല വർണ്ണയുടേത്. വർഷങ്ങൾക്ക് മുമ്പേ വർണ്ണയുടെ കാലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാലുകളാണെന്നായിരുന്നു പൊതുജന സംസാരം. ആർക്കും അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല, അവളുടെ ശത്രുക്കൾക്ക് പോലും. എല്ലാവരും കാത്തിരുന്നതുപോലെ നീന അഥവാ വർണ്ണ സ്റ്റേജിലേക്കെത്തി. അവൾ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. മ്യൂസിക് ആരംഭിച്ചപ്പോൾ അവർ അവളെ ആ കസേരയോടുകൂടി തന്നെ മുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് പതിയെ തൂക്കിയിറക്കി. എല്ലാവരും ഏറെ ആകാംക്ഷഭരിതരായിരുന്നു. എല്ലാ ക്യാമറ ഫ്ലാഷുകളും സ്പോട്ട് ലൈറ്റുകളും അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ ക്രൗൺ സ്റ്റാർ എവിടെ? കാണുന്നില്ലല്ലോ. അതല്ലേ ഷോയുടെ മുഖ്യതാരം. എന്നിട്ട് ക്രൗൺ സ്റ്റാർ കാണാനില്ലല്ലോ. എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അവർ വർണ്ണയെ അടിമുടി നോക്കാൻ തുടങ്ങി. എവിടെ ക്രൗൺ സ്റ്റാർ? ക്രൗൺ സ്റ്റാറിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കാണികളുടെ കണ്ണുകൾ വർണ്ണയുടെ കാലുകളിലേക്കും എത്തി. വാവ്, എന്തൊരു ഭംഗിയാ ഈ കാലുകൾക്ക്! സൂപ്പർ! നീളമൊത്ത നല്ല ഇളം നിറമുള്ള വടിവൊത്ത കാലുകൾ. കാണികൾ അസ്വസ്ഥരായി തന്നെ അടിമുടി നോക്കുന്നത് വർണ്ണ ഒരു ചെറു ചിരിയോടെ കാണുകയായിരുന്നു. അവർ നിരാശരായി മാറുന്നത് കണ്ടപ്പോൾ ആ സ്വർണ്ണ നിറമുള്ള മാസ്കിന് പിന്നിൽ വർണ്ണ ഒരു പുഞ്ചിരിയുമായി നിൽക്കുകയായിരുന്നു. വർണ്ണ മെല്ലെ അവളുടെ കൈകൾ വായുവിലുയർത്തി തല അല്പം പിന്നിലേക്ക് ചരിച്ചു. ശേഷം തന്റെ ഇടത്തേക്കാൽ ഒരു ഡാൻസ് സ്റ്റെപ്പിന് സമാനമായി ഉയർത്തിപ്പിടിച്ചു. അവൾ ഒരു മനോഹരമായ ശില്പം കണക്കി അവിടെയിരുന്നു. ആ നിമിഷം അവളുടെ വെളുത്ത നീണ്ട ഗൗണിനടിയിലൂടെ അവളുടെ മനോഹരമായ കാലുകൾ പുറത്തേക്ക് വന്നു. അവളുടെ കണങ്കാലിൽ ക്രൗൺ സ്റ്റാർ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു മായാജാലം കാണുന്ന പ്രതീതിയായിരുന്നു കാണികൾക്ക്. വാവ്! എല്ലാവരും ഒരേപോലെ സ്തബ്ധരായി നിന്നു. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വർണ്ണ ഒരു പോസിൽ നിന്ന് അടുത്ത പോസിലേക്ക് നിഷ്പ്രയാസം മാറിക്കൊണ്ടിരുന്നു. അവളുടെ ആ ചലനങ്ങൾ ഏറെ മനോഹരമായിരുന്നു. ഏറ്റവും മികച്ച കാര്യം എന്തെന്നാൽ അവളുടെ ഓരോ ചലനത്തിലും ഓരോ പോസിലും ക്രൗൺ സ്റ്റാറിന്റെ ഭംഗി പ്രത്യേകം എടുത്തു കാണിച്ചിരുന്നു. കാണികൾ ആവേശഭരിതരായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവിടമാകമാനം ആ കൈയടികൾ അലയടിച്ചു. ആ ആൾക്കൂട്ടത്തിനിടയിൽ 2 കണ്ണുകൾ വർണ്ണയെ തന്നെ ഇമചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ശ്രീദേവിന്റേതായിരുന്നു. അയാളുടെ നവവധു. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ മോഡലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ വെറും ഒരു ബി ഗ്രേഡ് മോഡലിന്റെ പകരക്കാരിയായി സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. 3 വർഷത്തിന് മുമ്പും 3 വർഷത്തിന് ശേഷവും ഇനി എക്കാലവും വർണ്ണ തന്നെയായിരിക്കും. അവൾ ജനിച്ചത് റാമ്പിന് വേണ്ടിയാണ്. അവൾ ഒരു യഥാർത്ഥ മോഡലാണ്. ആരെയും അതിശയിപ്പിക്കുന്ന മനോഹരിയായ മോഡൽ. വർണ്ണയുടെ അവസാനത്തെ പോസും കഴിഞ്ഞതോടെ ആ ഷോ അതിന്റെ ക്ലൈമാക്സിലെത്തി. BG ഗ്രൂപ്പിന്റെ ഉടമ അവളുടെ പെർഫോമൻസിൽ ഏറെ സംതൃപ്തനായിരുന്നു. പക്ഷെ അയാളുടെ കണ്ണിൽ അവൾ വർണ്ണയായിരുന്നില്ല, നീനയായിരുന്നു. BG ഗ്രൂപ്പ് ഉടമ ഉടനെ സ്റ്റേജിലെത്തി. അയാൾ അവളുടെ നീണ്ട കൈയിൽ പിടിച്ച് അവളെ കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചു. അയാൾ അവളെയും കൂട്ടി റാമ്പിലൂടെ നടന്ന് സ്റ്റേജിന് മുന്നിലേക്ക് വന്നു. അവർ ഇരുവരും ഒന്നിച്ച് കാണികളെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു, താങ്ക് യു. നിങ്ങളെല്ലാവരുടെയും ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. പിന്നെ നീന, ഇങ്ങനെയൊരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായി. വർണ്ണ നിശബ്ദയായി അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ അഭിനന്ദനത്തിന് മറുപടിയായി അവൾ ചെറുതായി തന്റെ തലയൊന്ന് കുനിച്ചു. പക്ഷേ പെട്ടെന്ന് കാണികൾക്കിടയിൽ നിന്ന് ഒരു സ്വരം ഉയർന്നു വന്നു. ഇത് നീനയല്ല. ഞാൻ മുമ്പും നീനയെ കണ്ടിട്ടുണ്ട്. അവൾക്ക് ഇത്ര ഭംഗിയുള്ള കാലൊന്നുമില്ല. ഇതുറപ്പായും നീനയല്ല. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അവർ വർണ്ണയുടെ കാലുകളിലേക്ക് സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് നീനയാണെങ്കിൽ അവളോട് ആ മാസ്ക് ഊരിക്കളയാൻ പറയൂ. അങ്ങനെ ചെയ്യാൻ തയ്യാറാണോ? ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം ഇമേജസ് മുഴുവനും കള്ളക്കൂട്ടങ്ങളാണെന്ന്. ആ സ്വരം പിന്നെയും കനത്തു. അന്തരീക്ഷമാകെ ബഹളമയമായി. സംഘാടകരായ BG ഗ്രൂപ്പിന്റെ ഡിസൈനർമാർ പോലും ആകെ കുഴഞ്ഞുപോയി. അവർക്കും ഇത് നീനയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ലായിരുന്നു.
ഡിസൈനർമാരിൽ ഒരാൾ അഭ്യർത്ഥിച്ചു. മിസ് നീന, പ്ലീസ് ആ മാസ്ക് ഒന്ന് മാറ്റൂ. അയാൾക്കും അത് നീനയാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. ഇനി ഇത് നീന അല്ലെങ്കിൽ പിന്നെ ഇമേജസുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് BG ഗ്രൂപ്പ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വർണ്ണ ഒന്ന് മടിച്ചു നിന്നു. അവൾക്ക് മുന്നിൽ ഇപ്പോൾ വേറെ ഒരു വഴിയുമില്ല. അവൾ പതിയെ തന്റെ മാസ്ക് അഴിച്ചു മാറ്റാൻ തുടങ്ങി. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. മാസ്ക് നീങ്ങി. അവളുടെ മുഖം കണ്ടതും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, വർണ്ണയല്ലേ ഇത്? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവളുടെ പ്രശസ്തിക്കൊന്നും യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിലവിലുള്ള മോഡലുകളേക്കാൾ നല്ലൊരു പ്രൊഫൈൽ അവൾക്ക് ഇപ്പോഴുമുണ്ട്. അവൾ ഇങ്ങനെയൊരു B ഗ്രേഡ് മോഡലിന് പകരക്കാരിയായി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ആരറിഞ്ഞു? അവൾ മനഃപൂർവ്വം ഇത് ചെയ്തതാണോ? ഒരു ഹൈപ്പിന് വേണ്ടി? അതോ ആരെങ്കിലും അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതോ? വർണ്ണ, ഇത് വർണ്ണ തന്നെയാണ്. അവിടെ കൂടിയിരുന്ന റിപ്പോർട്ടർമാരും ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ ചുറ്റും കൂടി. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ലായിരുന്നു. റിപ്പോർട്ടർമാർ അവരുടെ ജോലി തുടങ്ങി. വർണ്ണ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്ന് പറയാമോ? നീനിയല്ലേ ഈ ഷോ പ്രസന്റ് ചെയ്യേണ്ടിയിരുന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങളെ 3 വർഷം മുന്നേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതല്ലേ? ഒരു തിരിച്ചുവരവാണോ ഈ ഷോയിലൂടെ നിങ്ങൾ ലക്ഷ്യം വെച്ചത്? മുമ്പ് നിങ്ങൾ ഒരു വലിയ മോഡലായിരുന്നു. നിങ്ങൾ ഇപ്പോൾ നീനയുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ നോക്കുകയാണോ? നീനയുടെ പരിക്ക് മുതലെടുത്ത് അവൾക്ക് വന്ന ഓഫർ സ്വന്തമാക്കാനാണോ നിങ്ങളുടെ ശ്രമം? തീർച്ചയായും നിങ്ങൾ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. നീന പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് ഞങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾ സൂപ്പർ മോഡൽ അല്ല, ഒരു ചീപ്പ് മോഡലാണ് വർണ്ണ. അവരുടെ ചോദ്യങ്ങൾ പരിധി വിട്ടു തുടങ്ങിയിരുന്നു. അവർ പരസ്യമായി വർണ്ണയെ അധിക്ഷേപിക്കുകയായിരുന്നു. ഒരു ഔട്ട്ഡേറ്റഡ് ചീപ്പ് മോഡൽ മാത്രമാണ് നിങ്ങൾ. നീനയ്ക്ക് അർഹതപ്പെട്ട ഓഫറാണിത്. അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ. റിപ്പോർട്ടർമാരുടെ ഈ അവഹേളനം സഹിക്കവയ്യാതായപ്പോൾ വർണ്ണ അവിടെ നിന്നും പിൻവാങ്ങാൻ ഒരുങ്ങി. പക്ഷെ അവർ വീണ്ടും അവളെ വളഞ്ഞു. ഉന്തും തള്ളുമായി ആ നിമിഷം BG ഗ്രൂപ്പും അതിൽ ഇടപെട്ടു. അവരുടെ ഡിസൈനർ പറഞ്ഞു തുടങ്ങി, ഇമേജസിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവരെന്താണ് ചെയ്തത്? നുണ, വലിയൊരു നുണ, ചതി. ഞങ്ങൾ ആവശ്യപ്പെട്ടത് നീനെ, എന്നാൽ കിട്ടിയതോ വർണ്ണ എന്ന തേർഡ് റേറ്റ് മോഡലിനെ. എത്ര വലിയ ചതി! ആ ഡിസൈനർക്ക് 3 വർഷം മുമ്പ് വർണ്ണ എത്രമാത്രം പ്രശസ്തിയായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. അയാൾക്കാകെ കൂടി അറിയാവുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്തൊന്നും ഈ മോഡൽ ഒരു വേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു. അയാൾ തറപ്പിച്ചു പറഞ്ഞു, നിന്നെ ഞങ്ങൾ കോടതിയിൽ കണ്ടോളാം. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നും കടന്നുപോ. എന്റെ റാമ്പിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ നീ യോഗ്യയല്ല. പൊയ്ക്കോ. അയാളുടെ ആ ശബ്ദം ആ ഹാൾ മുഴുവനും മുഴങ്ങിക്കേട്ടു. റിപ്പോർട്ടർമാർ അടക്കം അമ്പരന്നുപോയി. മുമ്പൊരിക്കലും ഒരു ഡിസൈനർ മോഡലിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രംഗം അവരുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല. അയാൾ വീണ്ടും അലറി വിളിച്ചു പറഞ്ഞു, ഇനിയും എന്താ നീ നോക്കി നിൽക്കുന്നത്? കടന്നു പോവാനല്ലേ പറഞ്ഞത്? വർണ്ണ ഇങ്ങനെയൊരു രംഗം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. തന്റെ നാണക്കേട് മറയ്ക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ആ നിമിഷം സദസ്സിന് പിന്നിൽ നിന്ന് ഗാംഭീര്യം നിറഞ്ഞ ഒരു ശബ്ദം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. അതെ, ഇവിടെ നിന്നും കടന്നു പോകേണ്ട ഒരാൾ ഇവിടെയുണ്ട്. അപ്രതീക്ഷിതമായി കേട്ട ആ സ്വരത്തിന്റെ ഉറവിടം തേടി റിപ്പോർട്ടർമാരടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കി. അതാ അവിടെ ശ്രീദേവ് നിൽക്കുന്നു. പനാഷെ ഇന്റർനാഷണലിന്റെ CEO സാക്ഷാൽ ശ്രീദേവ് തന്നെ. എല്ലാവരും ഒരേപോലെ ഞെട്ടി. ഇദ്ദേഹം എന്താണ് ഇവിടെ? അതും ഈ സദസ്സിൽ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ശ്രീദേവിന് കള്ളത്തരം കാണിക്കുന്നവരോട് വെറുപ്പാണെന്ന്. അദ്ദേഹം തന്റെ വ്യക്തി ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും സത്യസന്ധതയ്ക്ക് ഒരുപാട് മൂല്യം നൽകിയിരുന്നു. വർണ്ണ സ്വന്തം ശവക്കുഴി തോണ്ടിയിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഇമേജസിനെന്നല്ല മറ്റാർക്കും അവളെ ഇനി രക്ഷിക്കാനാവില്ല. അവളുടെ കാര്യം മഹാകഷ്ടം തന്നെ. എല്ലാവർക്കും അവളോട് വലിയ സഹതാപം തോന്നി. എന്നാൽ അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ശ്രീദേവ് മുന്നോട്ട് നടന്നു വന്ന് വർണ്ണയോടൊപ്പം നിന്നു. ഒരു രാജാവിനെ പോലെ അയാൾ ആ ഡിസൈനറിനോട് കൽപ്പിച്ചു, പക്ഷേ അത് അവളല്ല, നിങ്ങളാണ്. നിങ്ങളാണ് ഇവിടെ നിന്നും കടന്നു പോകേണ്ടത്. ഈ കേരളത്തിൽ നിന്ന് തന്നെ BG ഗ്രൂപ്പിനെ മായ്ച്ചു കളയാൻ എനിക്കത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
നിങ്ങളുടെ ജുവലറിയുടെ തിളക്കത്തിന്റെ 7 അയലത്ത് പോലും വരുന്നില്ല നിങ്ങളുടെ സാമാന്യ മര്യാദ. വർണ്ണയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവളുടെ നവവരൻ, അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന്. ഇത് അവരുടെ 3ാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു. റിപ്പോർട്ടർമാർ ആകെ പേടിച്ചു പോയിരുന്നു. വർണ്ണ ഇമേജസിന്റെ മോഡലല്ലേ? അവൾക്ക് പനാശയുമായും എന്തെങ്കിലും ബന്ധമുണ്ടോ? BG ഗ്രൂപ്പ് ഡിസൈനർ ശ്രീദേവിന്റെ കടന്നുവരവിൽ അത്ര തൃപ്തനല്ലെങ്കിലും പനാശയോട് ഇടയുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. കുറച്ചുനേരം നിശബ്ദനായി നിന്ന ശേഷം അയാൾ പറഞ്ഞു, സോറി പ്രസിഡന്റ് ശ്രീദേവ്, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ. ശ്രീദേവ് പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി പറഞ്ഞു, നോ, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. നിങ്ങളുടെ പെരുമാറ്റത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇത്രയും പറഞ്ഞ ശേഷം ശ്രീദേവ് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. പോകുന്നതിനു മുമ്പ് റിപ്പോർട്ടർമാരോട് ഇങ്ങനെ പറയാനും അയാൾ മറന്നില്ല. എന്തായാലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല, ഈ ഇൻഡസ്ട്രിയിൽ നാളെ ഒരു വലിയ താരമായി മാറാൻ പോകുന്ന ആളാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. റിപ്പോർട്ടർമാർ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താ ശ്രീദേവ് അങ്ങനെ പറഞ്ഞത്? ഇനി അദ്ദേഹം വർണ്ണയെ പനാശയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണോ? അതോ വെറുതെ ഒരു തമാശ പറഞ്ഞതാണോ? എന്തു തന്നെയായാലും ശ്രീദേവ് പോയതിനു ശേഷം റിപ്പോർട്ടർമാർ ആരും തന്നെ വർണ്ണയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ല. പകരം അവർ എല്ലാ പഴിയും ഇമേജസിന് മേൽ കൊണ്ടുവന്നിട്ടു. അതോടെ ഇമേജസിന്റെ കഷ്ടകാലവും തുടങ്ങി. വർണ്ണയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അവൾക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവൾ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വേഷമൊക്കെ മാറി പുറത്തേക്കിറങ്ങിയതും ശ്രീദേവിന്റെ കാർ അവിടെ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ അടുത്തേക്ക് ചെന്നു. ഉള്ളിലിരുന്ന ശ്രീദേവ് പറഞ്ഞു, കയറിക്കോളൂ. അവൾ അനുസരണയോടെ കാറിനകത്ത് കയറി. ശ്രീദേവിനോട് അവൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അയാൾ വിടർന്ന കണ്ണുകളോടെ അവളോട് ചോദിച്ചു, എന്റെ ഭാര്യയെ പരസ്യമായി അപമാനിക്കാൻ ഞാൻ അനുവദിക്കുമെന്ന് കരുതുന്നുണ്ടോ? വർണ്ണ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സഹായത്തിന് ഒട്ടും അർഹയല്ല. ഞാൻ കരുതിക്കൂട്ടി തന്നെയാണ് എന്റെ ഐഡന്റിറ്റി എല്ലാവർക്കും മുന്നിലും വെളിപ്പെടുത്തിയത്. വർണ്ണ വിഷമത്തോടെയായിരുന്നു സംസാരിച്ചിരുന്നത്. ശ്രീദേവ് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, എനിക്കറിയാം. അയാൾ തുടർന്നു, ആർക്കെങ്കിലും എതിരെ ഒരു പ്രതികാരമാണ് ലക്ഷ്യമെങ്കിൽ അതിന് മറ്റെന്തൊക്കെ വഴികളുണ്ട്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. അല്ലാതെ ഇങ്ങനെ സ്വയം അപകടത്തിൽ ചെന്ന് ചാടിക്കൊണ്ട് പ്രതികാരം ചെയ്യുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ തോന്നുന്നില്ലേ? വർണ്ണ ഒന്നും മിണ്ടിയില്ല. അയാൾ പറയുന്നത് ശരിയാണെന്ന് അവൾക്കും തോന്നി. ശ്രീദേവ് വീണ്ടും ചോദിച്ചു, എവിടെയാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അല്ല, നമ്മുടെ വീട്ടിൽ. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? വർണ്ണ പറഞ്ഞു. അവൾ ഇതിനോടകം തന്നെ ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. ശ്രീദേവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ശരിക്കും? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായെന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ ആദ്യരാത്രി കൂടിയാണ്. വർണ്ണയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അവൾ പറഞ്ഞു, എന്തായാലും ഇന്ന് നിങ്ങൾ നമ്മുടെ വിവാഹകാര്യം തുറന്നു പറയാഞ്ഞത് എന്തുകൊണ്ടും നന്നായി. നിങ്ങൾ ഇപ്പോൾ എന്റെ കാര്യത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്നും മതി. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടണം. അവളുടെ ഈ വാക്കുകൾ കേട്ട് ശ്രീദേവ് അമ്പരന്നുപോയി. അവൾക്ക് വേണമെങ്കിൽ ശ്രീദേവിന്റെ ഭാര്യ എന്ന ഒരൊറ്റ ലേബലിൽ ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കാമായിരുന്നു. പക്ഷേ അവളാകട്ടെ എല്ലാ സ്വയം പ്രയത്നം കൊണ്ട് നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല കാര്യം. അയാൾ അതിന് സമ്മതം മൂളി. അവളുടെ കഴിവുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് കാണാൻ അയാൾ കാത്തിരുന്നു. കാർ നീങ്ങി അല്പസമയം കഴിഞ്ഞ് വർണ്ണയെ അവളുടെ മാനേജർ റിയ ഫോണിൽ വിളിച്ചു. വർണ്ണ ഫോൺ എടുത്തുടനെ റിയ പറഞ്ഞു തുടങ്ങി, വർണ്ണ, നീന പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് വളരെ വ്യക്തമായൊരു തെളിവ് കിട്ടി. അതെന്താ ചെയ്യേണ്ടത്? അതുപോലെ ഇന്നത്തെ ആ ജുവലറി ഷോ സീൻ ആകെ വൈറലായി. ആളുകളെല്ലാം ഓൺലൈനിൽ വലിയ തെറിവിളിയാണ്. എന്താ നിന്റെ പ്ലാൻ? വർണ്ണ ഒന്ന് ആലോചിച്ചു നിന്നു. എന്നിട്ട് ചോദിച്ചു, റിയ, നീ എന്റെ കൂടെ നിൽക്കുമോ? ഈ ചോദ്യം കേട്ട് റിയ തിരികെ മറ്റൊരു ചോദ്യം ചോദിച്ചു.
നീ എന്തിനാ ഇതിങ്ങനെ പ്രത്യേകം എടുത്തു ചോദിക്കുന്നത്? നിന്റെ കൂടെയല്ലാതെ ഞാൻ വേറെ ആരുടെ കൂടെ നിൽക്കാനാ? ആ ചതിയൻ വിവേകിന്റെയോ? വർണ്ണയ്ക്ക് അത് കേട്ടപ്പോൾ സമാധാനമായി. അവൾ പറഞ്ഞു, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് റിലീസ് ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, അതിലൂടെ ഇമേജസിനെതിരെയുള്ള ഒരു വലിയ യുദ്ധമാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. റിയ ആവേശത്തോടെ മറുപടി പറഞ്ഞു, യെസ്, ഞാൻ തയ്യാറാണ്. എനിക്കൊരു പേടിയുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഞാൻ വേഗം ഇക്കാര്യം ചെയ്യട്ടെ. വിവേകിന് ഒന്ന് വിരലനക്കാനുള്ള സമയം പോലും കിട്ടരുത്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തന്റെ അടുത്ത് ശ്രീദേവ് ഇരിപ്പുണ്ടെന്ന കാര്യം വർണ്ണ ഓർത്തത്. അയ്യോ, എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അവൾ എന്തോ തപ്പിത്തടഞ്ഞ് പറയാൻ തുടങ്ങി. അത് ഞാൻ... ശ്രീദേവ് അവളെ തടഞ്ഞു. വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്കൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എപ്പോഴും എല്ലാ കാര്യത്തിലും ഇങ്ങനെ സത്യസന്ധത പുലർത്താറുണ്ടോ? അപ്പോഴേക്കും കാർ ഒരു ട്രാഫിക് റെഡ് ലൈറ്റിൽ നിർത്തിയിരുന്നു. ശ്രീദേവ് വർണ്ണയുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖം തന്നിലേക്ക് ഉയർത്തി. അവൻ അവളെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. അവളും അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഞാൻ പൂർണ്ണമായും സത്യസന്ധയായിരിക്കും. എക്കാലവും അതിനൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. വർണ്ണ തുടർന്നു, കാരണം നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ ചുറ്റുമുള്ള ആളുകളെ പോലെ ഒരിക്കലും ഞാൻ തരം താഴ്ന്ന് പ്രവർത്തിക്കില്ല. ശ്രീദേവിന് അത് കേട്ട് അത്ഭുതം തോന്നി. അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിലും വലുതെന്തെങ്കിലും ആയിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. വർണ്ണ, വിവേക്, നീന എന്നിവർക്കിടയിൽ എന്താണ് നടക്കുന്നതെന്ന് ശ്രീദേവിനൊരു ഏകദേശ രൂപം കിട്ടിയിരുന്നു. ശ്രീദേവിന്റെ ഓരോ വാക്കുകളും വർണ്ണയ്ക്ക് അയാളോടുള്ള മതിപ്പ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു. അവൾ സ്വയം ഒരു പ്രതിജ്ഞ എടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ശ്രീദേവിന് കൊടുത്ത വാക്ക് താൻ ഒരിക്കലും തെറ്റിക്കില്ല. അതേസമയം വിവേക് അപ്പോഴും തന്റെ ഞെട്ടലിൽ തന്നെയായിരുന്നു. അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല വർണ്ണയെ ആളുകൾ തിരിച്ചറിഞ്ഞെന്ന കാര്യം. BG ഗ്രൂപ്പിൽ നിന്നും ഒരു ഫോൺ കോളും അയാൾക്ക് വന്നിരുന്നു. ഇമേജസിനെതിരെ കരാർ ലംഘനത്തിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് അവർ വിവേകിനെ അറിയിച്ചു. ഇമേജസ് ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഒരു പടുകൂറ്റൻ കൂനിക്ക് മുകളിലാണ്. ഇന്റർനെറ്റിൽ ആകമാനം ഇമേജസിനെതിരെയുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പടരുകയാണ്. നീന വർണ്ണയുടെ സ്റ്റേജ് പെർഫോമൻസിന്റെ വീഡിയോ കാണുകയായിരുന്നു. അവൾ വിവേകിനെ തന്റെ അടുത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ദാ നോക്ക്, വർണ്ണ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവളെ എല്ലാവരും തിരിച്ചറിയണമെന്ന്. അവൾക്ക് നന്നായിട്ടറിയാം ഞാനും അവളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഞങ്ങളുടെ കാലുകൾ തന്നെയാണെന്ന്. അവൾ ഇത് കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തതാണ്. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിവേക് പക്ഷേ അത് വിശ്വസിച്ചില്ല. അയാൾ പറഞ്ഞു, നീന, വർണ്ണ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അവൾ നിനക്ക് പകരം പോകുന്നത്. അവൾ ഇത് മനഃപൂർവ്വം ചെയ്തൊന്നും ആവില്ല. ഉള്ളിന്റെ ഉള്ളിൽ വിവേക് അപ്പോഴും വർണ്ണയെ വിശ്വസിച്ചിരുന്നു. നീന അത് കേട്ട് പൊട്ടിത്തെറിച്ചു. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കിപ്പോഴും ആ വർണ്ണയെ വിശ്വാസമാണോ? കഷ്ടം, ഇതുപോലൊരു മണ്ടനായി പോയല്ലോ വിവേക്. ഇപ്പോൾ ഈ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തേ മതിയാവൂ. നീ തയ്യാറാണോ മീഡിയയോട് പറയാൻ നീയാണ് എനിക്ക് പകരം വർണ്ണയെ അവിടേക്ക് അയച്ചതെന്ന്? അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് നടക്കുമെന്ന് നിനക്കറിയില്ലേ? ഈ കോൺട്രാക്ട് കയ്യിൽ നിന്ന് പോയാൽ അതെത്ര വലിയ നഷ്ടമാണ്. വിവേക് തളർന്ന സ്വരത്തിൽ അവളോട് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? നീന തന്റെ പ്ലാൻ വ്യക്തമാക്കി. നീയും വർണ്ണയും അടുത്തു തന്നെ വിവാഹിതരാകും. പിന്നെ അവൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ കാര്യം അങ്ങ് വിടാം. നമുക്ക് ഇമേജസിന്റെ ഭാവിയല്ലേ പ്രധാനം. അതുകൊണ്ട് നീ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഇമേജസിന് ഈ സംഭവത്തിൽ ഒരു പങ്കുമില്ല, എല്ലാം വർണ്ണയുടെ പ്ലാനാണ്. അവൾ മനഃപൂർവ്വം ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അവൾ ഇമേജസിന്റെ അറിവോടെയല്ല അവിടെ എത്തി ഈ ആൾമാറാട്ടം നടത്തിയതെന്നൊക്കെ വെച്ച് കാച്ചണം. നീനിയുടെ പ്ലാൻ വർണ്ണയുടെ പതനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അവളുടെ മുഖ്യ ശത്രു വർണ്ണയാണല്ലോ. വിവേകും അവളുടെ വാക്കുകൾ ശരിവെച്ചു. ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് അയാൾ പറഞ്ഞു,
ഈ അവസ്ഥയിൽ ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. വിവേക് ഉടനെ PR സെക്ഷനിൽ വിളിച്ചു. കോൾ എടുത്തയാൾ വിവേക് എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ ചാടിക്കയറി പറഞ്ഞു, സർ, വേഗം ആ ന്യൂസ് ഒന്ന് വെച്ചു നോക്കൂ. വർണ്ണയുടെ മാനേജർ ഒരു വലിയ ബോംബ് തന്നെ പൊട്ടിച്ചിരിക്കുന്നു. വിവേക് വേഗം കോൾ കട്ട് ചെയ്ത് ഫോണിൽ ന്യൂസ് തിരഞ്ഞു. വർണ്ണയുടെ മാനേജർ അതാ വിവേകിന് ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞിരിക്കുന്നു. വർണ്ണയെ വിവേക് നീനയ്ക്ക് പകരമായി നിരവധി ഷോകളിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് സഹിതമുള്ള വാർത്തയായിരുന്നു അവൻ അവിടെ കണ്ടത്. ഇമേജസ് പോലുള്ള ഒട്ടേറെ കമ്പനികൾ തങ്ങളുടെ മോഡലുകളോട് കനത്ത പക്ഷപാതം കാണിക്കുന്നുണ്ടെന്നും വർണ്ണ അത്തരമൊരു ഇര മാത്രമാണെന്നും ഒക്കെയായിരുന്നു ആ വാർത്ത. ആ വാർത്ത കണ്ട വിവേകിന്റെ രക്തം തിളച്ചു. അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്ഥിതിയായി. അവൻ വേഗം റിയയെ ഫോൺ ചെയ്തു. റിയ, നിനക്കെന്താ വട്ടാണോ? വിവേകിന്റെ ഈ ചോദ്യം കേട്ടതും ഫോണിന്റെ മറുഭാഗത്തു നിന്നും ഒരു പൊട്ടിച്ചിരി ഉയർന്നു. കഷ്ടപ്പെട്ട് ചിരിയടക്കിയ റിയ മറുപടി പറഞ്ഞു, എനിക്ക് വട്ടൊന്നുമില്ല. എത്രയും വേഗം നിങ്ങളുടെ ഈ വട്ടുപിടിച്ച കമ്പനിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ നോക്കുന്നത്. ഇതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. നീന പറഞ്ഞു, വിവേക്, ഇതൊക്കെ ആ വർണ്ണയുടെ പണിയാണ്. വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് അവൾക്കെതിരെ ആ സ്റ്റേറ്റ്മെന്റ് ഇട്ട് ആ വാർത്തയുടെ റീച്ച് കുറയ്ക്കാം. ഒരു നിമിഷം പോലും പാഴാക്കാതെ വിവേക് വേഗം കുറച്ച് ചാനലുകളിലേക്കും പത്രങ്ങളിലേക്കും ഓൺലൈൻ ന്യൂസ് ഏജൻസിയിലേക്കും വിളിച്ചു. അയാൾ അവരെ സ്വാധീനിച്ച് റിയയുടെ വെളിപ്പെടുത്തൽ നീക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പകരം ഇമേജസ് തയ്യാറാക്കിയ വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ പറയുകയും ചെയ്തു. ആ സമയം വർണ്ണ, ഇമേജസ് ഈ 2 പേരുകൾ മാത്രമാണ് ആളുകൾ ഓൺലൈനിൽ തിരഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വർണ്ണയും ശ്രീദേവുമായുള്ള ബന്ധം ആരും അറിഞ്ഞിരുന്നില്ല. ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം വർണ്ണ നിറഞ്ഞു നിന്നു. ഡ്യൂപ്പ് വർണ്ണ എന്ന പേര് എല്ലായിടത്തും നിറഞ്ഞു നിന്നു. വിവേക് ഇതെല്ലാം കണ്ട് അസ്വസ്ഥനായി. അവൻ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും റിയ ഇമേജസിനെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ ഇന്റർനെറ്റിൽ ആകമാനം പടർന്നു പന്തലിച്ചു. സെർച്ച് റിസൾട്ടുകളിൽ ആദ്യം കിടക്കുന്നത് റിയ നൽകിയ വാർത്തയായിരുന്നു. അത് കണ്ട ഭൂരിഭാഗം ജനങ്ങളും വർണ്ണയാണ് യഥാർത്ഥ ഇരയെന്ന് വിശ്വസിച്ചു. നീനയ്ക്ക് പകരമായി വർണ്ണ ഒരുപാട് ഷോകളിൽ പങ്കെടുത്ത വിവരവും ചിത്രങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ പടർന്നു പിടിച്ചു. എല്ലാവരും വർണ്ണ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്ന സത്യം അംഗീകരിച്ചു. വിവേക് ഫോൺ എടുത്ത് PR സെക്ഷനിൽ വിളിച്ചു. പണം എത്ര ചെലവായാലും ശരി, വർണ്ണയുടെ മാനേജർ കൊടുത്ത വാർത്ത മാധ്യമങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കാൻ അയാൾ ആജ്ഞാപിച്ചു. എന്നാൽ പുറം ലോകമറിയാതെ ശ്രീദേവിന്റെ സ്വരവും മീഡിയ ഓഫീസുകളിൽ എത്തുന്നുണ്ടായിരുന്നു. ആ സ്വരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വർണ്ണയുടെ മാനേജർ നൽകിയ വാർത്ത ഏതെങ്കിലും മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായാൽ ആ മീഡിയയും ഉടനടി അപ്രത്യക്ഷമാവും. പനാശെ എന്തിനാണ് വർണ്ണയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും മാധ്യമങ്ങൾക്ക് ശ്രീദേവിന്റെ വാക്കുകളെ ചോദ്യം ചെയ്യാനോ ധിക്കരിക്കാനോ ധൈര്യമുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, റിയയ്ക്ക് പോലും കാര്യങ്ങൾ ഇത്ര സുഗമമായി നടക്കുന്നതിന്റെ കാരണം പിടികിട്ടിയിരുന്നില്ല. അവൾ ആദ്യ മണിക്കൂറിൽ തന്നെ ആളുകളുടെ പ്രതികരണം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവൾ വർണ്ണയെ വിളിച്ചു ചോദിച്ചു, വർണ്ണ, സത്യം പറ, നിനക്ക് ഇക്കാര്യത്തിൽ വേറെ ആരുടെയെങ്കിലും സപ്പോർട്ടുണ്ടോ? തന്റെ തൊട്ടരികിലിരിക്കുന്ന മനുഷ്യനെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് വർണ്ണ മറുപടി പറഞ്ഞു, ഇല്ലല്ലോ. പക്ഷേ എന്നാലും എന്റെ കൂടെ എന്റെ സഹായത്തിന് ഒരാളുണ്ട്. അതാരാണെന്ന് മാത്രം നീ ഇപ്പോൾ എന്നോട് ചോദിക്കരുത്. ഞാൻ പറയില്ല. റിയ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഓഹോ, എന്നാൽ നടക്കട്ടെ. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പിന്നെ സംസാരിക്കാം. എനിക്ക് ആ വിവേകിന്റെ ഇപ്പോഴത്തെ മുഖഭാവം ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു. റിയ വിചാരിച്ചത് വർണ്ണയെ സഹായിക്കുന്നത് അവളുടെ വീട്ടുകാരാണെന്നാണ്. പക്ഷേ വർണ്ണ ഇത്ര പെട്ടെന്നൊരു ഭാര്യയായി മാറിക്കഴിഞ്ഞ കാര്യം റിയയ്ക്ക് അറിയില്ലായിരുന്നു. അതും എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ മുടിചൂടാ മന്നൻ ശ്രീദേവിന്റെ ഭാര്യ. ശ്രീദേവ് വർണ്ണയോട് ചോദിച്ചു, അപ്പോൾ നീ ഇമേജസ് വിടാനുള്ള തീരുമാനത്തിലാണോ? വർണ്ണ പറഞ്ഞു, ഏയ് അല്ല. ഞാൻ ഇങ്ങനെ പെട്ടെന്നിറങ്ങി പോന്നാൽ അത് അവരെ വെറുതെ വിട്ടതിന് തുല്യമായി പോവും. അവരെ അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവരെ വേരോടെ പിഴുതെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ ആലോചിക്കുകയാണ്.
പക്ഷേ പണ്ടത്തേതുപോലെ വലിയ പോപ്പുലാരിറ്റി ഒന്നും എനിക്കിപ്പോഴില്ല. അവിടെയാണ് ഞാൻ ഇമേജസിനെ ഉപയോഗിക്കാൻ പോകുന്നത്. ശ്രീദേവ് സംശയത്തോടെ ചോദിച്ചു, ഇപ്പോൾ നീ നല്ല ദേഷ്യത്തിലാണ്, പക്ഷെ ഈ ദേഷ്യം കെട്ടടങ്ങുമ്പോഴോ? വർണ്ണ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എന്റെ തീരുമാനങ്ങളൊന്നും ഇതുവരെയും പാളിയിട്ടില്ല. അതിപ്പോൾ ദേഷ്യത്തിലെടുത്തതായാലും അല്ലാതെ എടുത്തതായാലും. വർണ്ണ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന പെണ്ണായിരുന്നു. എന്നാൽ വെറുത്താലോ ചങ്ക് പറിച്ചെടുക്കുകയും ചെയ്യും. മാത്രവുമല്ല, വർണ്ണയെക്കുറിച്ചുള്ള പലവിധ വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. എങ്കിലും ഇത്രയും നേരമായിട്ടും വിവേക് അവളെ ഒന്ന് വിളിക്കുകയോ അവളുടെ കാര്യം അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. പകരം അവൻ എന്താണ് ചെയ്തത്? വർണ്ണയെ കുറ്റപ്പെടുത്തി ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും വിവേകിന്റെ മുന്നിൽ ഒരു കളിപ്പാവയായി നിൽക്കാൻ വർണ്ണ ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീദേവും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിശബ്ദനായി അവിടെയിരുന്നു. വർണ്ണ ഒരു മണ്ടിയല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ വളരെയധികം ബുദ്ധിയുള്ളവളായിരുന്നു, മിടുക്കിയായിരുന്നു. അവൾ ശ്രീദേവിൽ നിന്നും ഒന്നും മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല. അവൾ എല്ലാം അയാളോട് പങ്കുവച്ചു. അതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും. അവർക്കിടയിലെ വിശ്വാസം ഏറെ വലുതായിരുന്നു. ശ്രീദേവ് അവളെ നോക്കി പറഞ്ഞു, ഞാൻ എന്റെ അസിസ്റ്റന്റിനോട് ബീച്ച് ഹോട്ടലിൽ ഒരു റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങാം. വർണ്ണ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. അതേസമയം വിവേക് ഒരു വലിയ വാരിക്കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. മാധ്യമങ്ങളോടും ബിസിനസ് പാർട്ട്ണർമാരോടും മറുപടി പറഞ്ഞ് അയാൾ മടുത്തു. പോരാത്തതിന് നീന ഗർഭിണിയാണെന്ന കാര്യവും അവനെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ കാര്യങ്ങൾക്കിടയിൽ വർണ്ണയൊന്ന് വിളിക്കാനോ അവൾ എവിടെയാണെന്നറിയാനോ അയാൾ മെനക്കെട്ടില്ല. ഡിന്നറിന് ശേഷം വർണ്ണ ശ്രീദേവിനോടൊപ്പം റൂമിലേക്ക് പോയി. ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് റൂമായിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊരു വെഡ്ഡിംഗ് സ്യൂട്ടായിരുന്നു. ആ വളരെ കുറച്ച് സമയത്തിനിടയിലും ശ്രീദേവ് അവൾക്ക് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അയാളുടെ സ്നേഹവും കരുതലുമെല്ലാം അവൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. വർണ്ണയുടെ മുഖത്തെ പരിഭ്രമം അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ തന്റെ കോട്ടൂരി സോഫയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പോയി ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ ഒരു തീരുമാനമെടുക്കാനുള്ള സാവകാശം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ തീരുമാനം യെസ് ആയാലും നോ ആയാലും തുറന്നു പറയാൻ മടിക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യ രാത്രി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.